ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയർ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. എന്താണ് ഈ സർട്ടിഫിക്കറ്റുകൾ, ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രൊസീജിയർ എന്താണ്, എന്തിനാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ താഴെ വളരെയധികം സംശയങ്ങൾ വരുന്നുണ്ട്. ഓരോ ദിവസവും പല ഡിഫറെന്റ് ആയിട്ടുള്ള സംശയങ്ങൾ, ഈ പലതും നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പല കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഡൗട്ട് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ആ സ്ഥിരമായി വരുന്ന കുറച്ച് സംശയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല സർട്ടിഫിക്കറ്റുകൾ കിട്ടാറുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സർട്ടിഫിക്കറ്റുകളാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഡിഫറെന്റ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പല വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളത് കണ്ടു നോക്കാം. സോ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നൊരു കോഴ്സിന് എനിക്ക് ഇക്വലൻസി കിട്ടുമോ, അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇന്ന കോഴ്സിന് ഇക്വലൻസി കിട്ടുമോ, ഇഗ്നോട് ഇന്ന ഡിഗ്രിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഭാരതീയ യൂണിവേഴ്സിറ്റി ഇന്ന ഡിഗ്രിക്ക് കിട്ടുമോ, ഇത് ഡിസ്റ്റൻസ് മോഡ് കോഴ്സാണ്, റെഗുലർ മോഡ് കോഴ്സാണ്, കറസ്പോണ്ടൻസ് കോഴ്സാണ്, അതിന് ഇക്വലൻസി കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രോമിൽ പോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പോർട്ടലിലേക്ക് നമ്മൾ ചെല്ലും. ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പോർട്ടലിലേക്ക് ചെല്ലും. നിങ്ങൾക്ക് ഇവിടെ കാണാം, യു ക്യാൻ സി ദ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഓർ ഇക്വിവലന്റ് കറസ്പോണ്ടൻസ് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് ഓപ്പൺ എക്സ്റ്റേണൽ കോഴ്സസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റി. അതായത് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കറസ്പോണ്ടൻസ് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ഡിസ്റ്റൻസ് ആയിട്ടോ ഓഫ് ക്യാമ്പസ് ആയിട്ടോ ഓപ്പൺ ആയിട്ടോ എക്സ്റ്റേണൽ കോഴ്സുകളായിട്ടോ ചെയ്തിരിക്കുന്ന ഏതൊക്കെ കോഴ്സുകൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി കൊടുക്കുന്നുണ്ട്. ആസ് ഓൺ ഡേറ്റ് 01/02/2025. അപ്പൊ 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി വരെ സിൻഡിക്കേറ്റ് കൂടി അപ്രൂവ് ചെയ്തതിന്റെ ലിസ്റ്റാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ നമ്മുടെ ഈ ഡിസ്റ്റൻസ് മോഡ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളൊരു ലിസ്റ്റിലേക്ക് വരും. ഈ ലിസ്റ്റിനകത്ത് നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൽഫബറ്റിക്കലോടെ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കാം. അതുപോലെ നിങ്ങളുടെ കോഴ്സിന്റെ പേര് നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ പേര്, കോഴ്സിന്റെ പേര്, മോഡ് ഓഫ് സ്റ്റഡി ഏതാണ്. സോ അത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഈ പറയപ്പെടുന്ന നിങ്ങളുടെ കോഴ്സ് അതിനകത്തുണ്ട് എങ്കിൽ നിങ്ങളുടെ കോഴ്സിന് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വിവാലൻസി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വിവാലൻസിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ല, നിങ്ങളിപ്പോൾ ഒരു റെഗുലർ കോഴ്സിനാണെങ്കിൽ നേരെ താഴെ നോക്ക്, ഇക്വലൻസി റെഗുലർ ലിസ്റ്റ്. സോ ആ റെഗുലർ ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ റെഗുലർ ലിസ്റ്റിനകത്തുനിന്ന് നിങ്ങൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ കോഴ്സിന്റെ പേരുണ്ടോ എന്ന് നോക്കുക, ഏത് കോഴ്സുമായിട്ടാണ് ഇക്വിവാലൻസി തരുന്നതെന്ന് നോക്കാം. എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി വായിച്ചു. ചില കോഴ്സിനകത്ത് നമുക്ക് ഹയർ സ്റ്റഡീസിനും എംപ്ലോയ്മെന്റും പർപ്പസിന് വേണ്ടി മാത്രമേ കിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വിവാലൻസി കിട്ടത്തില്ല. ദെൻ ഈ പറയപ്പെടുന്ന രണ്ട് ലിസ്റ്റിലും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് പ്രപ്പോസൽ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് കൂടി അപ്രൂവ് ചെയ്യണം. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് കൂടി അല്ലെങ്കിൽ അക്കാദമിക് ബോർഡ് കൂടി അപ്രൂവ് ചെയ്ത് ആ നിങ്ങളുടെ കോഴ്സ് ഈ പറയപ്പെടുന്ന ലിസ്റ്റിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് ഇക്വിവാലൻസി കിട്ടത്തുള്ളൂ. അപ്പം ഇക്വിവാലൻസിക്ക് മുമ്പുള്ള പ്രൊസീജിയർ ഇവിടെ കോഴ്സ് റെക്കഗ്നേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം കോഴ്സ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത് കോഴ്സ് റെക്കഗ്നൈസ് ചെയ്ത് പിന്നെ ഇക്വിവാലൻസി നേടിയെടുക്കണം. അന്നേരം നിങ്ങൾ പ്രപ്പോസൽ ചെയ്യുമ്പോൾ സ്കീം, സിലബസ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഡീറ്റെയിലുകൾ, പിന്നെ ഇത് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും തപ്പാവുന്നതാണ്. സോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പൊ ഇക്വിവാലൻസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ കോഴ്സുകളാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് എന്ന് ആ ലിസ്റ്റ് എടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കണ്ടുപിടിക്കുന്നത്. സോ ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ആണ്. സോ ഈ ജെനുവിനസ് സർട്ടിഫിക്കറ്റുമായിട്ട് കുറെ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ഒന്നുകൂടി പറയാം. ഇപ്പൊ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്ന് നിങ്ങൾ MA ഇംഗ്ലീഷ് കോഴ്സ് പാസ്സായി. ഓക്കെ, MA ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്ന് നിങ്ങൾ പാസ്സായി. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ സെറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ സെറ്റ് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. MA ഇംഗ്ലീഷിന് പകരം BA ഇംഗ്ലീഷ് എടുത്തു. അപ്പൊ നിങ്ങളുടെ കേട്ടറ്റ് സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ ആണ്.
സോ കേഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ BEd സർട്ടിഫിക്കറ്റും ഒക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ കേഡറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെന്നപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കേരളത്തിന് വെളിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ BA ഇംഗ്ലീഷ് പാസ് ആയതുകൊണ്ട് നിങ്ങൾ അതിന് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവരുടെ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ പോയി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത നമ്മളിപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം കാണും. നമ്മൾ ആ ഫോം ഡൗൺലോഡ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, ഫോം ഡൗൺലോഡ് ചെയ്യുന്നു. അതിനൊരു സ്പെസിഫൈഡ് ഫീസ് ഉണ്ടാവും. ആ ഫീസ് കൂടി നമ്മൾ അടച്ചിട്ട് ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ കേഡറ്റിന്റെ നമ്മുടെ ഏത് ഓഫീസിലാണോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയത് ആ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ പർട്ടിക്കുലർ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിലേക്ക് പോകുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന് കീഴിൽ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിച്ചത് ആ കോളേജിലേക്ക് നിങ്ങളുടെ ഈ പറയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണെന്ന് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കോളേജിലേക്ക് അയക്കുന്നു. നിങ്ങളുടെ കോളേജിലേക്ക് അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കോളേജ് ഇത് ഞങ്ങളുടെ സ്റ്റുഡന്റ് തന്നെയാണ്, ഈ വർഷം പഠിച്ചതാണ്, ഇയാൾക്ക് ജെനുവിനസ് കൊടുക്കാം, ഈ സർട്ടിഫിക്കറ്റുകൾ പ്രോപ്പർ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. യൂണിവേഴ്സിറ്റി ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഈ പറയപ്പെടുന്ന കേഡറ്റ് ഓഫീസിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലേക്ക് ഒരിക്കലും ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഓക്കെ, വെരി ക്ലിയർ. നേരെ മറിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd കഴിഞ്ഞവരാണെങ്കിൽ, കാരണം അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി BEd ആണ്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേഡറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയി, അന്നേരം ഇപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ചിലയിടത്തൊക്കെ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ DD എടുത്താണ്. പക്ഷേ ഇപ്പൊ TNTUവിലാണെങ്കിൽ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നത്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് എങ്ങനെ ഓൺലൈനായിട്ട് പേ ചെയ്യാമെന്ന് നമ്മളൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ കേഡറ്റ് ഓഫീസിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, നിങ്ങൾ ഫീസ് അടച്ച റെസിപ്റ്റും അതോടൊപ്പം അവർ കുറെ ഡോക്യുമെന്റുകൾ ചോദിക്കും. അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് കോപ്പി, ഇതെല്ലാം ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന ഡേറ്റകൾ എന്തൊക്കെയാണോ അതെല്ലാം കൂടെ വെച്ചിട്ട് കേഡറ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. കേഡറ്റ് ഓഫീസിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ആകും. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ ഇനിഷ്യൽ സ്ക്രൂട്ടണിക്ക് ശേഷം നിങ്ങൾ പഠിച്ച BEd കോളേജിലേക്ക് പോകും. നിങ്ങളുടെ BEd കോളേജിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ജെനുവിൻ സ്റ്റുഡന്റ് ആണ്, നിങ്ങളോട് പഠിച്ചതാണ്, സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് പ്രോപ്പർ ആണെന്ന് പറഞ്ഞുള്ള ലെറ്റർ നിങ്ങൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെനുവിൻ സർട്ടിഫിക്കറ്റ് കേഡറ്റിന്റെ വെരിഫിക്കേഷൻ ഓഫീസിലേക്ക് നിങ്ങൾക്ക് അയക്കപ്പെടും. നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും കിട്ടത്തില്ല. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കും. ഒന്നാമത്തെ കാര്യം, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊസീജിയേഴ്സ് വളരെ സ്ലോ ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും പ്രൊസീജിയേഴ്സ് നടക്കുന്നത് കൊണ്ടാണ് ഇത് വളരെയധികം താമസിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് നിങ്ങൾ പഠിച്ച BEd കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു, അത് നമ്മുടെ കോളേജിലേക്ക് വന്നോ അല്ലെ കോളേജ് വന്നിട്ട് തിരിച്ചു പോയോ എന്തായെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചോ. കാരണം നമുക്ക് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് ആ പർട്ടിക്കുലർ ഓഫീസിൽ മാത്രമേ ഉള്ളൂ. ദെൻ അതിനുശേഷം എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രയാണ് ഇതിന്റെ പ്രോബ്ലം. അതുകൊണ്ട് ഇത്രയും സമയം ഇതിനകത്ത് എടുക്കുന്നത്. ദെൻ PSC പലപ്പോഴും ചോദിക്കാറുണ്ട്, PSC ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് വേണോ, ജെനുവിൻ സർട്ടിഫിക്കറ്റ് വേണോ? PSCയുടെ കേസിനകത്ത് നമ്മൾ കേരളത്തിന് വെളിയിൽ നിന്ന് നേടിയ ഏത് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് ഇക്വാലൻസി സർട്ടിഫിക്കറ്റുകൾ ചോദിക്കാറുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പോസ്റ്റിൽ, എയ്ഡഡ് പോസ്റ്റിലോ ഗവൺമെന്റ് പോസ്റ്റിൽ അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾ കേരളത്തിന്റെ വെളിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ നേടിയിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ജെനുവിൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് പാസ് ആവുന്നതിന് വേണ്ടി ഹാജരാക്കാനായിട്ട് പറയും. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് റെഗുലറായി ചോദിക്കുന്ന കുറെ സംശയങ്ങൾ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.